ഹലോ, ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണാം. ചോറ് വെച്ചു. അതിനോടൊപ്പം ഇന്നത്തെ സ്പെഷ്യൽ മുരിങ്ങയില തോരനാണ്. മുരിങ്ങയില തോരൻ, രസം, നല്ല പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതൊക്കെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പുളിയൊക്കെ ചേർത്തുണ്ടാക്കിയതാണ്. അതിന് രസം ഉണ്ടാക്കി അതിൻ്റെ കടുവറക്കുന്നു. പിന്നെ മുരിങ്ങയില ഞാൻ എൻ്റെ ഇലകൾ മാത്രം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. മോടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് കുറച്ചെടുത്ത് ഒരു 4-5 പിടി എടുത്ത് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞാണ് തോരൻ വെച്ചത്. നല്ലപോലെ സവാളയും തേങ്ങായും കൂടെ ചേർത്താണ് ഇത് തോരൻ വെച്ചത്. കടുക് പൊട്ടിച്ചിട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റി ഇത് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് അല്പം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അതും ചേർത്തിളക്കുമ്പോൾ നമുക്ക് തേങ്ങാതിരികത് ചേർക്കാം. തേങ്ങാതിരിതം കൂടുതൽ ചേർക്കണം, എങ്കിലേ ഈ തോരനൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഈ സമയം കൊണ്ട് ഒരു പച്ചക്കായ മെഴുക്ക് പുരട്ടിയും വെച്ചു. ഹസ്ബൻഡ് ഈ തോരൻ കൂട്ടത്തില്ല, മുരിങ്ങയില സാമ്പാർ ചെയ്തൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് പുള്ളിക്കാരത്തൊരു എനിക്കിത് മതി, രസവും ഈ തോരനും ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. അങ്ങനെ സവാള നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മറ്റ് ജീരകം, വെളുത്തുള്ളി അതൊന്നും തന്നെ ചേർക്കുന്നില്ല. അത് ഇല കൊണ്ടുള്ള തോരനാണല്ലോ. തേങ്ങായുടെയും സവാളയുടെയും ടേസ്റ്റ് മുന്നേ നിൽക്കണം, അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പീര ചേർക്കണം. തേങ്ങാപ്പിലയും ഈ സമയത്ത് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പും പാകത്തിനാക്കണം. ഉപ്പ് കൂടി പോകണ്ട, ഇലക്കറി ആയതുകൊണ്ട് ഉപ്പ് ഒരുവിധം കുറഞ്ഞു നിന്നാൽ മതി. നല്ലതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മുരിങ്ങയില അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അരിഞ്ഞ മുരിങ്ങയില കഴുകിയിട്ട് അരിഞ്ഞു, അല്ലെങ്കിൽ ഇത് വേകാനായിട്ട് വളരെ താമസിക്കും. ഇതിന് മുമ്പ് ഉണ്ടാക്കിയത് അരിയാതാണ് മോളുള്ളപ്പോൾ ഉണ്ടാക്കിയത്. ഒരുപാട് നേരം വെളുത്ത് എന്നിട്ടും അത് ശരിക്കും വേകാത്തതുപോലെ തോന്നി. അതുകൊണ്ട് അത് അരിയാം. ചിലർ പറയും മുരിങ്ങയില അരിയരുത്. ഏതായാലും ഞാൻ അരിഞ്ഞു. അപ്പോൾ ചെറിയ ചെറിയ പീസായതുകൊണ്ട് നല്ലത് ഇളക്കി ഇപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ അങ്ങനെ തോരന്, രസം, മെഴുക്ക് പുരട്ടി, പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് കറി, ചപ്പാത്തി ഇതൊക്കെ ഉണ്ട്. ഏതാണ്ടെന്ന് വെച്ചാൽ കഴിക്കാം. ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. പിന്നെ അതിൻ്റെ ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, അതും കൂടെ ആകുമല്ലോ, ഒരു എരിക്കറിയാകും. അങ്ങനെ ചീര വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കൈ അല്പം വെള്ളം ഒന്ന് കുടഞ്ഞ് വേവിച്ചെടുത്താൽ മതി. ഇത് മെഴുക്ക് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചോറ് വിളമ്പം ഇതൊന്ന് വെള്ളച്ചോറാണ് ഇട്ടത്, കുറച്ച് ബാക്കി ഇരുന്നു. അപ്പം അതും തീരണമല്ലോ. ഞാനൊരു ചെറിയ പ്ലേറ്റ് എടുത്താണ് വിളമ്പുന്നത്, കാരണം കുറച്ച് കഴിച്ചാൽ മതി എന്നുള്ള ചിന്തയിലാണ്. ഏതായാലും ചീരത്തോരൻ അല്പം കൂടുതൽ കഴിക്കാം. ഞാൻ തന്നെ ഇത് കഴിച്ച് തീർക്കണം. ഉരുളക്കിഴങ്ങ് രാവിലത്തെ ചപ്പാത്തിയോടുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ്. തക്കാളിയും സവാളയൊക്കെ കൂടെ ചേർത്ത് അല്പം എരിവുണ്ട്. ആ കറിയാണ് ഞാൻ ഏറ്റവും ഇഷ്ടം. പാലോ ഒന്നും ചേർക്കുന്ന കറിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതും കൂടെ ചേർത്താണ് ഇന്നത്തെ. പിന്നെ ഇഞ്ചിക്കറിയുണ്ട്, രസമുണ്ട്, നല്ല ടേസ്റ്റാണ്. തക്കാളിയും സവാളയും പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് പൊടി എല്ലാം കൂടെ ക്രഷ് ചെയ്ത് പുളിവെള്ളവും ഉപ്പും പിന്നെ അല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ രസമാണ്. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അത് മാത്രം മതി, അതും ഈ തോരന് മാത്രം മതി, നമുക്ക് നല്ലതുപോലെ ചോറ് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഭവങ്ങൾ. താങ്ക് യു.